അന്നൊക്കെ ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോഴേ കുടയൊന്നും ഇല്ലല്ലേ, ഞങ്ങൾ വാഴയില വെട്ടി വെച്ച് ഇങ്ങനെ അമ്മ പറയുമായിരുന്നു ഞങ്ങൾ പോകുന്നത്. ചേമ്പല ഉണ്ടല്ലോ, ചേമ്പിന്റെ വലിയ ഇല വെട്ടി, അതാ ഞങ്ങളുടെ കുട. പുതിയ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് പഴമയെ കാത്തു സൂക്ഷിക്കുകയും പുതിയ കാര്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അല്ലേ? മക്കൾക്കൊക്കെ തന്നു കഴിയുമ്പോൾ അമ്മമാർക്കൊന്നും കാണത്തില്ല പാത്രത്തിൽ. അല്ല, കലം തൂത്തിട്ടായിരിക്കും 8 9 മക്കൾക്ക് വിളമ്പുന്നേ. വിളമ്പി കഴിയുമ്പോൾ അമ്മയ്ക്കൊന്നും കാണില്ല. അന്നേരം ഞങ്ങളിങ്ങനെ പാത്രത്തിൽ നോക്കുമ്പോൾ അമ്മയ്ക്ക് കാണത്തില്ല. അമ്മ തൂത്തിട്ടിട്ട് ഇങ്ങനെ ചട്ടിക്കകത്തോട്ട് ഞങ്ങൾ എല്ലാവരും നോക്കുമ്പോൾ അമ്മയ്ക്കൊന്നുമില്ല. അന്നേരം ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ പാത്രത്തിൽ നിന്ന് നുള്ളി എല്ലാവരും ഇട്ട് കൊടുക്കും അമ്മയുടെ പാത്രം. ഹലോ ഗായ്സ്, ഞാൻ ലേറ്റായി പോയി. ഇവരെന്തോ പറയുമെന്ന് അറിയത്തില്ല, എന്തായാലും നമുക്ക് നോക്കാം. സുസു, ഞങ്ങൾക്ക് അല്പം ലേറ്റായി പോയി. എന്തൊരു കൃത്യനിഷ്ഠ, നിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നേ ഉള്ളൂ. നീ കറക്റ്റ് സമയത്ത് ഒരിക്കലും വന്നിട്ടില്ല. ആണോ? അല്ല, അതൊക്കെ പോട്ട്. ഇപ്പം എന്ത് പരിപാടി? ഞങ്ങളുടെ പരിപാടി ഇപ്പോൾ ആലോചിക്കുവാണേ. ഇപ്പോൾ എന്നോട് പറയാ ചീനി വേവിച്ച് ചാളക്കറിയും വെക്കാം. എങ്കിൽ പിന്നെ അമ്മക്കൊന്ന് വെച്ചാലോ? പിന്നെന്താ, നോക്കാം. മഴ പെയ്തതുകൊണ്ടേ ചിലപ്പോൾ പിഴാൻ പറ്റുമായിരിക്കും. ഭയങ്കര ചൂട്, എന്ത് ചൂടല്ലേ? ഭയങ്കര ചൂട്. പുറത്തിറങ്ങാനേ ഇങ്ങനെ പറയുമ്പോ ഇതൊന്ന് ഒടിക്കുകയല്ലേ. ഈ മണ്ണ് ഇളകുന്നയാ കണ്ടോ, ഇളകി കിടക്കുവാൻ കുഴപ്പമില്ല. നമുക്ക് ചീനി പിടിച്ചിരിക്കുകയാണ്. അമ്മാമ്മയുടെ അധ്വാനത്തിന്റെ ഫലമാണ് കേട്ടോ. കൺഗ്രാജുലേഷൻ കേട്ടോ. ഈ പ്രായത്തിൽ നല്ല ചുറുചുറുക്കോടെ ഇങ്ങനെ ആരോഗ്യത്തോടെ ഇതെല്ലാം ചെയ്യാൻ, എൻ്റെ ആരോഗ്യം ഇതാ. അതെ, ഇതെല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു മനസ്സുണ്ട്. അതെ, അതാണ്. ഞങ്ങളുടെ ചീനിക്കമ്പൊക്കെ നട്ട് വാഴ പുറത്തുനിന്ന് ആൾക്കാർ വന്ന് നട്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പോയി അവിടെ ഒരു കട്ടക്കമ്പനിയുണ്ട്, ഇടക്കുഞ്ചു എന്ന് പറയും, പിന്നെ കശുവണ്ടി ഫാക്ടറി. അവിടെ പോയി അണ്ണ എനിക്ക് കുറച്ച് കമ്പ് തന്നു. ഇങ്ങനെ ഞാൻ കൊണ്ടുവന്ന് ഇവിടെ എല്ലാം ഇങ്ങനെ കുഴിച്ച് വെച്ച് ഇപ്പം ഞങ്ങളിങ്ങനെ ഓരോന്നും എടുക്കുന്നുണ്ട്. നല്ലതല്ലേ അതിങ്ങനെ നമ്മളൊരു പിന്നെ നമ്മൾ തന്നെ അത്. ഇപ്പം ആർക്കും വെയ്യല്ലേ, ആരും നടത്തില്ല. എല്ലാവരും പോയി ത്രാസയിൽ തൂക്കി മേടിച്ചുകൊണ്ട് വന്ന് ഒരു ശകലം 2 പലകാരം പോലല്ലേ ഇപ്പം ചീനി ഇന്നേ. പക്ഷെ അങ്ങനെ അല്ലാത്തൊരു കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. നമ്മൾ ചീനി പൈസ കൊടുക്കാതെ അമ്മാമ്മയുടെ സ്വന്തം പറമ്പിൽ നിന്ന് ചീനി പിഴുതെടുത്തിരിക്കുകയാണ്. പൊളിക്കട്ടെ മാമേ? കുളിക്കണ്ട, പൊളിച്ചല്ല. ഇതൊക്കെ ഇപ്പോഴത്തെ രീതിയായി പൊളിച്ചൊക്കെ. പണ്ടൊക്കെ ആണെങ്കിലേ ഞങ്ങളുടെ അമ്മമാർ ഒരു ത്രാസ് ചീനി മേടിച്ചുകൊണ്ട് വന്നാൽ തോനെ കാണത്തില്ലല്ലേ, അപ്പം ചിരണ്ടും
ചിരണ്ടിയിട്ട് അരിഞ്ഞ് വാട്ടി വെള്ളത്തിയിടും. വെള്ളത്തിയിട്ട് നീറ്റ കളഞ്ഞ് കഴുകി വാരി ആ തൊലി എല്ലാം ഇട്ടാ. അപ്പൊ ഈ ചീനിക്ക് ഈ തൊലി ഒരു കട്ടില്ലേ? അതിനാ വാട്ടി വെള്ളത്തിയിടുന്നേ. വാട്ടി വെള്ളത്തിയിടും. അവിടെ ഞാൻ കാണിച്ചു തരാം, അത് വേവിച്ചു തരാം. പണ്ടത്തെ കാലത്തെ അങ്ങനെ ചീനിയൊക്കെ ചിരണ്ടി വാട്ടിയിട്ട് വേവിച്ച് ഞങ്ങളെ ഏട്ടും മക്കളൊക്കെ ഇല്ലയോ, അപ്പനും അമ്മ എല്ലാവരും കൂടെ ഒക്കെ ആകുമ്പോഴത്തേനും 10 പാത്രം വിളമ്പണ്ടേ. അന്നേരം ഇങ്ങനെ ചിരണ്ടി വേവിച്ചാൽ ഞങ്ങൾക്ക് തരുന്നത്. പൊരിച്ച് വേവിക്കാനൊന്നും ഇരിക്കത്തില്ല, കാണത്തില്ല. അമ്മ വെറൈറ്റി ആണല്ലോ, ചക്ക നിർത്തി ചെത്തി അരി ചീനി ഇതുപോലെ പുതിയൊരു അറിവ് കേട്ടോ. ചീനി ഇതുപോലെ ചൊരണ്ടി വേവിക്കാന്നുള്ളത് പുതിയ അറിവാ, ഞാൻ കണ്ടിട്ടില്ല. അതെന്താണെന്നറിയോ, ഇന്നത്തെ തലമുറയ്ക്കൊന്നും അറിയത്തില്ലല്ലേ. അവരൊക്കെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുമില്ല. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളും ഇങ്ങനെ ഒരു കാലം അപ്പനും അമ്മയും ഒക്കെ പ്രയാസപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നെന്ന് ഇന്നത്തെ തലമുറ നമ്മളെ മക്കളും അറിയണം. അതറിഞ്ഞ് നമ്മുടെ മക്കൾ വളരണം. എന്നാലേ നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിൻ്റെ ആയാലും എല്ലാത്തിൻ്റെ അവരുടെ സഞ്ചാരത്തിലും പോക്കിലും വരവിലും എല്ലാം അവരത് ഓർത്ത് ജീവിക്കണം. ഇങ്ങനെ ചിരണ്ടും കണ്ടോ, ഇതേപോലെ ചിരണ്ടും. ഓ, അപ്പൊ ഇങ്ങനെ ചൊരണ്ടുമ്പോ ഈ തൊലി അങ്ങ് പോകുന്നുണ്ട്. ഈ തൊലി എന്റെയൊക്കെ കാലത്തുള്ളവർക്ക്, പ്രായമുള്ളവർക്കൊക്കെ ഇത് കാണുമ്പോ അവർക്ക് മനസ്സിലാവും. പക്ഷെ ഒരു തരത്തില് ഇത് എളുപ്പം കേട്ടോ. ഈ ഇങ്ങനെ നമ്മളിങ്ങനെ പൊളിച്ചെടുക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെ ചൊരണ്ടുമ്പോഴത്തേക്ക് ഈ തൊലി അങ്ങ് പോകുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഇത് ക്ലീൻ ആവുന്നുണ്ട്. എന്ന് പറയുന്നത് മറ്റേ തൊലിച്ച് എടുത്ത് വരുമ്പോഴത്തേനും വേവിക്കുമ്പം മക്കൾക്കെല്ലാം കൊടുക്കാൻ കാണത്തില്ലടി. അന്നേരം അവര് ഇതുപോലെ ചിരണ്ടി ഇത് വാട്ടി വെള്ളത്തിയിടും. വെള്ളത്തിൽ ഇട്ടിട്ട് കഴുകി വാരി വേവിക്കും. അമ്മാമ്മ ഈ ചീനി വെച്ച അമ്മാമ്മക്ക് വേറെ എന്തൊക്കെയാ? നമ്മള് സാധാരണ നമ്മള് കൊല്ലംകാരെ ചീനി വേവിച്ച് മീൻകറി അതല്ലേ ചെയ്യുന്നത്? ചാളയും കറി വെച്ച് അന്ന് മൺചട്ടിയാ, മണ്ണ് കൊണ്ട് മനഞ്ഞ ചട്ടിക്കകത്താ ഞങ്ങൾക്ക് ആഹാരം തരുന്നേ. അപ്പൊ ഇങ്ങനെ ചുരണ്ടി വേവിക്കാൻ പഠിച്ചു. ഇനി ഞാൻ വീട്ടിൽ പോകുമ്പം ഇനി ചീനി വെക്കുമ്പം ഇങ്ങനെ പൊളിച്ചെടുക്കത്തില്ല, ഇങ്ങനെ ചുരണ്ടി എടുത്ത് നമുക്ക് ചീനി വേവിച്ചോ. പണ്ടൊക്കെ അരിഞ്ഞുണങ്ങുന്നത് ഇങ്ങനെയായിരുന്നു. ഇങ്ങനെയൊക്കെ വേവിച്ച് തിന്നിട്ടാണ് ഞങ്ങൾ സ്കൂളിൽ പോകുന്നേ. സ്കൂളിൽ പോകുമ്പോൾ ഒന്നും കാണത്തില്ല, പഴങ്ങഞ്ഞി കഞ്ഞോളവും കുടിച്ച് സ്കൂളിൽ പോകുമ്പോൾ നല്ല 3-4 വലിയ വട്ടയില വെച്ച്, ചോറൊന്നും കൊണ്ടുപോകാനില്ലല്ലേ, വട്ടയില വെച്ച് കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ട് ഉച്ചയാകുമ്പോൾ സ്കൂളിലില്ല ചോളപ്പൊടി ഉണ്ടല്ലോ, മഞ്ഞ ചോളം പൊടി കാച്ചിയത് ആ ഉച്ചയ്ക്ക് ഞങ്ങൾ കുടിക്കുന്നത്. അത് ഞങ്ങൾക്ക് കുറേശ്ശെ തരും, അതും കുടിച്ച് വൈകുന്നേരം സ്കൂളിൽ ഇരിക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴാണ് എന്തെങ്കിലും ആഹാരമുള്ളത്. അങ്ങനെയൊക്കെ ഞങ്ങൾ കുടിച്ചു പോകുന്നത്. അന്നൊക്കെ ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോഴേ കുടയൊന്നും ഇല്ലല്ലേ, ഞങ്ങൾ വാഴയില വെട്ടി വെച്ച് ഇങ്ങനെ അമ്മ പറയുമായിരുന്നു ഞങ്ങൾ പോകുന്നത്. ചേമ്പല ഉണ്ടല്ലോ, ചേമ്പിൻ്റെ വലിയ ഇല വെട്ടി, അതാ ഞങ്ങളുടെ കുട. അന്നത്തെ കാലത്തെ കുട അതാ. അന്നത്തെ കാലത്തിൽ നിന്നൊന്നും ഒരുപാട് മാറിയില്ലേ. പക്ഷേ ഇപ്പൊ ഇതൊരു പുതിയ അറിവായി ഇങ്ങനെ ചീനി ചുരണ്ടി വേവിക്കാന്നുള്ളത്. അപ്പം പുതിയ തലമുറ ഇത് ഒന്ന് മനസ്സിലാക്കിയേ കൊള്ളായിരുന്നു. നമ്മള് പുതിയ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് പഴമയെ കാത്തു സൂക്ഷിക്കുകയും പുതിയ കാര്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അല്ലേ? അപ്പൊ ഇതൊരു പുതിയ അറിവല്ലേ നിങ്ങൾക്ക്? എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലല്ലേ, അവരും ഇത് അറിയണം. ഇങ്ങനെ ചിരണ്ടി വേവിച്ചതും ചാളപ്പൊടിയും കൂട്ടി കഴിച്ചതും ഒക്കെ അറിയണം. പിന്നെ അന്നൊക്കെ മക്കൾക്കൊക്കെ തന്നു കഴിയുമ്പോൾ അമ്മമാർക്കൊന്നും കാണത്തില്ല പാത്രത്തിൽ. അല്ല, കലം തൂത്തിട്ടായിരിക്കും 8-9 മക്കൾക്ക് വിളമ്പുന്നേ. വിളമ്പി കഴിയുമ്പോൾ അമ്മയ്ക്കൊന്നും കാണില്ല. അന്നേരം ഞങ്ങളിങ്ങനെ പാത്രത്തിൽ നോക്കുമ്പോൾ അമ്മയ്ക്ക് കാണത്തില്ല. അമ്മ തൂത്തിടും. തൂത്തിട്ടിട്ട് ഇങ്ങനെ ചട്ടിക്കകത്തോട്ട് ഞങ്ങൾ എല്ലാവരും നോക്കുമ്പോൾ അമ്മയ്ക്കൊന്നുമില്ല. അന്നേരം ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ പാത്രത്തിൽ നിന്ന് നുള്ളി എല്ലാവരും ഇട്ട് കൊടുക്കും അമ്മയുടെ പാത്രം. അന്നേരം അമ്മ പറയും വേണ്ട എന്ന് പറയും. അന്നേരം ഞങ്ങൾ പറയാം അയ്യോ അമ്മയ്ക്കില്ലാതെ എങ്ങനെ എന്ന് പറയുമ്പോൾ അമ്മ പറയും നിങ്ങൾ തിന്നുമ്പോൾ എൻ്റെ വയറ് നിറയുമെന്ന്.
എൻ്റെ ചിരണ്ടി അമ്മ അതായിരിക്കും കേട്ടോ. ഇനി അമ്മക്ക് വാട്ടാം. പണ്ടൊക്കെ കലത്തിനകത്തിട്ട് വാട്ടുമായിരുന്നു. അപ്പം പിന്നെ നമ്മൾ കുക്കറിനകത്ത് അങ്ങ് വാട്ടുക. എത്ര വെള്ളത്തിൽ കഴുകണം? ഇപ്പം ഞാൻ 3-4 വെള്ളം കഴുകി. 3-4 വെള്ളം കഴുകി. അല്ലെങ്കിൽ അതിന്റെ കട്ട് മാറത്തില്ല. കട്ട് പോകുന്നില്ല. അതുപോലെ ചിരണ്ടി അരിഞ്ഞ് ഇനി നമ്മൾ അടുത്ത് വെച്ച് വാട്ടി ഇടാം. ഇതിപ്പം ചീനി എന്താ ഈ മഞ്ഞപ്പൊടി ഉപ്പൊന്നും ഇടണ്ടേ? വേണ്ട, ഇപ്പം ഇടത്തില്ല. ഇത് വാട്ടി നമ്മൾ വെള്ളത്തിൽ ഇടും. വെള്ളത്തിൽ ഇട്ടിട്ട് 2 വെള്ളം ഊറ്റി വെള്ളം കളഞ്ഞ് വാട്ടിയ ചീനി കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ട്. ഉപ്പും ചെറിയ ഉള്ളിയും വെളിച്ചെണ്ണയൊക്കെ പണ്ടത്തെ കാലത്ത് ചീനി ഇതുപോലെ വാട്ടി അങ്ങ് വെള്ളത്തിൽ ഇട്ടാൽ എല്ലാവരും ഊറ്റിയിട്ട് തിന്നും. പിന്നെ വാക്കിയാ വേവിക്കുന്നത്. അല്ല, ചീനി വാട്ടി കേട്ടോ. ഇനി നമുക്കിത് വെള്ളത്തിലിടാം. വെള്ളത്തിലോട്ടിട്ട് നമുക്ക് ഊറ്റി വെള്ളത്തിലോട്ടിട്ട് 2 വെള്ളം കഴുകി വാരി വേവിക്കാം. അന്നേരം ഊറ്റ പോവും. ചീനി വാട്ടി വേവിക്കുന്നത് ഇങ്ങനെ വാട്ടി വെള്ളത്തിൽ ഇടും. വെള്ളത്തിൽ ഇട്ടിട്ട് ഇച്ചിരി നേരം ഇട്ടേക്കും. 2-3 വെള്ളം കഴുകി ഊറ്റ കളഞ്ഞ് വേവിക്കും. അല്ല, വെള്ളം തിളച്ച് അതിനകത്തോട്ട് വാരി ഇടുക. ഊറ്റ പോയി. പണ്ടൊക്കെ ഇപ്പോൾ എല്ലാവരും ഒരു ചീനിയല്ലേ ഉപയോഗിക്കുന്നത്. രണ്ട് പലഹാരം തിന്നുന്നത് പോലെ ഇല്ലേ? പണ്ടൊക്കെ ഇങ്ങനെയാ. അതുകൊണ്ടേ എല്ലാവരും ഇതുപോലെ വേവിക്കണം കേട്ടോ. സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാവരും ഇതുപോലെ വേവിച്ച് മക്കൾക്ക് കൊടുക്കണം. അതിന് പ്രത്യേക രുചിയാ. ചീനി ഇളക്കാനായിട്ട് അരപ്പ തേങ്ങായും വെളുത്തുള്ളി ജീരകവും കരിയാപ്പിലയും കാന്താരി ഇത്രയും കൂടെ നമ്മൾ ചതച്ച്. കാന്താരി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോഴേ നമുക്കൊന്ന് ചൂട് അരപ്പൊന്ന് വേവിക്കാം. അരപ്പൊന്ന് ചൂടാക്കാം. ചീനി ഇളക്കും അല്ലേ? ചീനി അമ്മ ഞാനൊന്ന് ഇളക്കട്ടെ. ആഗ്രഹം കൊണ്ട് ഇളക്കിയ മതിയായി. മക്കളെ, നമ്മളെ ചീനി ആയാലും ചക്ക ആയാലും തീ പറ്റിച്ച് ആ തീയിൽ നമ്മൾ ഇളക്കുവാണെങ്കിലേ ആ സാധനം ഇരുന്നാൽ വളിക്കത്തില്ല. എത്ര ദിവസം ഇരുന്നാലും വളിക്കത്തില്ല. മനസ്സിലായോ? തീ തന്നെ വെച്ച് നമ്മൾ ഇളക്കണം. ഇളക്കുമ്പോൾ അത് നമ്മൾ കുറച്ച് ചീനി ഇരുന്നാലും അത് വളിക്കത്തില്ല. അടപ്പയിൽ വെച്ച് തന്നെ തീക്കകത്ത് വെച്ച് തന്നെ നമ്മൾ ഇളക്കണം. ഇളക്കി കഴിഞ്ഞ് വളിക്കത്തില്ല. ചീനിയും ചക്കയൊക്കെ അങ്ങനെ വേവിക്കേണ്ടുന്നത്. അപ്പോഴേ ചിരണ്ടി വേവിച്ച ചീനി കണ്ടോ? ഇതേപോലെ ചിരണ്ടി സമയം കിട്ടുമ്പോൾ ഇതുപോലെ ചിരണ്ടി വേവിച്ച് മക്കളെ കാണിക്കണം. ഇങ്ങനെയൊക്കെ ഞങ്ങൾ തിന്ന് വളർന്നയാന്നേ പറയണം. അവരും ഒന്ന് കാണട്ടെ. ഇപ്പോഴേ മക്കളെ അണ്ട ചിരണ്ടി വേവിച്ച ചീനി കേട്ടോ. നോക്കിക്കേ, നല്ല സൂപ്പറായിരിക്കും. നല്ല ടേസ്റ്റാണ്. ആ രുചി വേറൊന്നാ.
തൊലി കളഞ്ഞ് നമ്മൾ വേച്ചിരി എടുത്ത് വേവിക്കും, അത് വേറൊരു രുചി. ഇതെന്ന് പറയുന്ന ആ ചീനിയുടെ എല്ലാ അംശങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നല്ലതാണ്, സൂപ്പറാണ്. ചോറുകാർക്കും എല്ലാം തിന്നാവുന്നതാണ് ഈ ചീനി. മക്കളെ, ഞങ്ങൾ പഴയ കാലത്തെ ഞങ്ങൾക്ക് തരുന്ന ആഹാരമായിരുന്നു ഇത് കേട്ടോ. ഇത്രയും ചോറും ഇതുപോലായിരുന്നു ഞങ്ങൾ കഴിക്കുന്നത് കേട്ടോ. അത് ഇതുപോലുള്ള പിള്ളേരല്ല, ചട്ടിക്കാണ്. ഒന്ന് കഴിച്ചു നോക്കേ. ചീനി ഞാനുണ്ട് അല്ലേ? പൊളിച്ച് കഴിക്കുന്നതും ചണ്ടി കഴിക്കുന്നതായിട്ട് എങ്ങനെയുണ്ട്? ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതുപോലെ ഒന്ന് വേവിക്കണം. ഇനി ഇങ്ങനെ കഴിച്ചു നോക്കാം. വീട്ടിൽ ചെന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടേ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. സൂപ്പറാട്ടോ. ഓക്കെ, ബൈ.